പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേശീയ തലത്തിൽ സംഭവ ബഹുലമായ ചില വാർത്തകളുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഭാരത നേപ്പാൾ അതിർത്തിയിൽ സൈന്യം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുലർത്തുന്നത്. മാത്രമല്ല അതീവ സുരക്ഷയും ഈ അതിർത്തിയിൽ സൈന്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിന് കാരണമെന്തെന്ന് പറയുകയാണെങ്കിൽ നേപ്പാളിൽ ഭാരതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വർഗീയ കലാപം ഉണ്ടായിരിക്കുകയാണ്. അവിടെ നമുക്കറിയാം, നേപ്പാൾ എന്ന് പറയുന്നത് ഒരിക്കൽ ഹിന്ദു രാഷ്ട്രമായിരുന്നു. പിന്നീട് അവർ അവരുടെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് മതേതരത്വ രാഷ്ട്രമായി മാറുകയും ചെയ്തു. അങ്ങനെയുള്ള നേപ്പാളിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 3 പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ സംഘർഷം നേപ്പാളിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഭാരത നേപ്പാൾ അതിർത്തിയിൽ സൈന്യം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേപ്പാളിലെ 6 നഗരങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ നേപ്പാളിൽ കനത്ത സുരക്ഷ ഈ 6 നഗരങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കൻവർ യാത്രയുമായി ബന്ധപ്പെട്ട് കാവടികൾക്കെതിരെ ആക്രമണമുണ്ടായി. ഒരു പോസ്റ്റിൽ ഹിന്ദു വിഭാഗം കൊടികെട്ടുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടാവുകയും ഒക്കെ ചെയ്തു. ഇതിന് പിന്നാലെയാണ് 3 പേർക്ക് ജീവൻ നഷ്ടമാവുകയും വിഷയത്തിൽ സർക്കാർ ഉൾപ്പെടെ ഇടപെടുകയും ചെയ്തത്. വലിയ പോലീസ് സന്നാഹമാണ് ഈ വർഗീയ സംഘർഷമുണ്ടായ ഇടങ്ങളിൽ ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭാരത നേപ്പാൾ അതിർത്തിയിലും സൈന്യം അതീവ ജാഗ്രത പുലർത്തുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അക്രമികൾ ഭാരതത്തിലേക്ക് കടക്കുന്നതിന് തടയിടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ബീഹാറിൽ ഈ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൊക്കെ കർശനമായ പരിശോധനയും നടത്തുന്നുണ്ട്. കാരണം ആരെങ്കിലും അതിർത്തി കടന്ന് വന്നിട്ടുണ്ടോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിശോധനകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് നേപ്പാൾ ഭാരത അതിർത്തിയിൽ നിന്ന് അത്തരത്തിൽ ഒരു വാർത്ത വരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പാർലമെൻറ്റിലെ പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുലും സഹോദരിയും വയനാട് എംപിയുമായ പ്രിയങ്കയും പുലിവാല് പിടിച്ചിരിക്കുന്നു എന്നതാണ്. രാഹുൽ നടത്തിയ പരാമർശം നമുക്കറിയാം. വിഡ്ഢി പരാമർശം ഉൾപ്പെടെ രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് പാർലമെൻറ്റിൽ ഉണ്ടായി. അത്തരം പരാമർശങ്ങൾ രാഹുൽ നടത്തിയപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ സഭയ്ക്കുള്ളിൽ ഉയരുകയും ചെയ്തു. ആ പ്രതിഷേധം എന്ന് പറയുന്നത് ഒറ്റ ദിവസത്തെ പാർലമെൻറ്റിലെ പ്രതിഷേധത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. അവർ രാഹുലിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം ഒരു പാർലമെൻറ്റ് അംഗത്തിന് ചേരാത്ത വിധത്തിൽ, ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ പാലിക്കാത്ത വിധത്തിൽ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നിരന്തരം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് BJP MP അനുരാഗ് ഠാക്കൂർ രാഹുലിനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകിയിരിക്കുന്നത്. പ്രിയങ്കയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പ്രിയങ്കയ്ക്ക് അവർ എന്താണ് പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നൊന്നും യാതൊരു ബോധ്യവുമില്ല എന്നുള്ളതാണ് അവരുടെ പാർലമെൻറ്റിലെ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. IIT മദ്രാസ് ഡയറക്ടർ V. കാമകോടിയെ അവർ ഗോമൂത്ര വിചക്ഷണൻ എന്ന് വിളിച്ച് പരിഹസിക്കാൻ ശ്രമിച്ചു. ആ ഒരു ശ്രമം അതിപ്പോൾ പ്രിയങ്കയ്ക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലെ 215 പ്രമുഖർ ഒപ്പിട്ട തുറന്ന കത്ത് പ്രിയങ്കയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ആരാണ് V. കാമകോടി എന്ന് പ്രിയങ്കയ്ക്ക് അറിയാമോ എന്നാണ്. അദ്ദേഹത്തിൻ്റെ സാങ്കേതിക രംഗത്തെ മികവ്, സാങ്കേതിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ, ഇതൊക്കെ എടുത്തു കാട്ടിയാണ് പ്രിയങ്കയ്ക്ക് കത്തയച്ചിരിക്കുന്നത്. പ്രിയങ്ക രാഷ്ട്രീയമായിട്ട് ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെതിരെ ഇത്രയും രോഷം നമ്മുടെ രാജ്യത്തെ സർവകലാശാലകളുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒക്കെ മേധാവികൾ അവരുടെ ഭാഗത്ത് നിന്ന് കത്തയച്ചുകൊണ്ടാണ് അവർ ആ രോഷം പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും സഹോദരനും സഹോദരിയും ഒക്കെ പാർലമെൻറ്റിൽ നടത്തുന്ന പരാമർശങ്ങൾ അവരുടെ തന്നെ ബോധ്യമില്ലായ്മ, വിവരമില്ലായ്മ ഇതൊക്കെ തന്നെയാണ് വിളിച്ചോതുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഈ രാഹുലും പ്രിയങ്കയും ഒക്കെ നടത്തിയ പരാമർശത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നു. ആ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് ഈ കത്തിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ കഴിയുന്നത്.
പ്രിയങ്കയെയും രാഹുലിനെയും സംബന്ധിച്ചിടത്തോളം അവർ പാർലമെൻറ്റ് അംഗങ്ങൾ എന്ന നിലയ്ക്കെങ്കിലും കൂടുതൽ ഉത്തരവാദിത്വം കാട്ടേണ്ടതും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങൾ എന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും സംസാരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് രാജ്യതലസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരുന്ന ഒരു പ്രതിഷേധം മാറ്റിവെച്ചിരിക്കുകയാണ്. E20 വിഷയത്തിലാണ് സൻസദ് മാർഗിൽ വാഹനം ഓടിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിരുന്നത്. ടീം ഭാരത് സ്ഥാപകൻ തെഹ്സിൻ പൂനെവാലയാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി രംഗത്ത് വന്നത്. എന്നാൽ ആ പ്രതിഷേധം മാറ്റിവെച്ചിരിക്കുന്നു. ഡൽഹി പോലീസ് അനുമതി നിഷേധിക്കുകയും ഈ രീതിയിൽ പ്രതിഷേധിക്കുകയാണെങ്കിൽ വാഹനങ്ങളടക്കം പിടിച്ചെടുക്കുമെന്ന് ഡൽഹി പോലീസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം മാറ്റിവെച്ചത്. പ്രതിഷേധം മറ്റൊരു ദിവസം നടത്തുമെന്നൊക്കെയാണ് ഈ ടീം ഭാരത് അറിയിക്കുന്നത്. നേരത്തെ തന്നെ E20 ജനതാ പാർട്ടി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ കോക്രോച്ച് ജനതാ പാർട്ടി മാതൃകയിൽ വലിയ ഒരു പ്രതിഷേധത്തിനൊക്കെ പദ്ധതിയിട്ടിരുന്നു. അത് എന്തായാലും ഇപ്പോൾ ആ ഒരു പ്രതിഷേധം അത് ഡൽഹി പോലീസ് നൽകിയ മുന്നറിയിപ്പിനെ തുടർന്ന് ഡൽഹി പോലീസ് ഈ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ചതോടുകൂടി ആ പ്രതിഷേധം മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഈ ടീം ഭാരത് എന്ന പേരിൽ പ്രചാരണത്തിനിറങ്ങിയവർ അറിയിക്കുന്നത്. എന്തായാലും E20 വിഷയം വീണ്ടും ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്രമ സമരം പോലെ മറ്റൊരു സമരത്തിനുള്ള അക്രമത്തിനുള്ള കോപ്പ് കൂട്ടലായി മാറുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഡൽഹി പോലീസ് ഈ ഒരു പ്രതിഷേധത്തിന് അനുമതി നിഷേധിക്കുകയും അവരോട് കർശന നടപടിയായിരിക്കും പോലീസ് എടുക്കുക എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല E20 പ്രതിഷേധം പോലുള്ള പ്രതിഷേധങ്ങൾക്കെതിരെ ഉള്ള ഈ നടപടികൾ എടുക്കുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ട് ഡൽഹി പോലീസ് ഇത് സംബന്ധിച്ചുള്ള വിവരശേഖരണം നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവർക്ക് ഈ പ്രതിഷേധത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിക്കുകയും ചെയ്തത്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ വലിയൊരു പ്രതിഷേധത്തിനാണ് ഈ E20യുടെ പേരിൽ ടീം ഭാരത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണമൊക്കെ നടത്തിയ ഒരു സംഘം ആൾക്കാർ രംഗത്തിറങ്ങിയത്. പാർലമെൻറ്റ് നടക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ സൻസദ് മാർഗിൽ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിനാണ് അവർ തയ്യാറെടുത്തത്. എന്തായാലും ഡൽഹി പോലീസ് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ പ്രതിഷേധം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ബീഹാറിൽ നിന്നാണ്. ബീഹാറിൽ അവിടെ ഗയ ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അവർക്ക് ആ സ്കൂളിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. അവരുടെ പരാതിയിൽ സർക്കാർ ഇടപെട്ടിരിക്കുന്നു. ബീഹാറിലെ വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകി. 8 പേർക്കാണ് ഇത്തരത്തിൽ ബീഹാർ സർക്കാർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ ശമ്പളം തടഞ്ഞു വയ്ക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ള മുന്നറിയിപ്പും ബീഹാർ സർക്കാർ നൽകിയിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ ഉച്ചഭക്ഷണം കിട്ടുന്നില്ല, അതുമല്ലെങ്കിൽ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ക്ലാസ് റൂമുകളിൽ ഫാനില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധിക്കുകയും പരാതി നൽകുകയും ചെയ്തത്. ജൻ ആൽഫയുടെ പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ ഇതിനെയൊക്കെ വലിയ വാർത്തയാക്കി ബീഹാറിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ആ മാധ്യമങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് അവിടെ അധികാരത്തിലിരിക്കുന്ന ദേശീയ ജനാധിപത്യ സർക്കാരിനെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. എന്തായാലും ബീഹാർ സർക്കാർ കൃത്യമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാരണം കൃത്യമായിട്ട് സ്കൂളുകൾക്ക് ബീഹാർ സർക്കാർ ഫണ്ട് അനുവദിക്കുന്നുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് കൃത്യമായിട്ടുള്ള നടപടി ഈ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സ്വീകരിക്കുവാൻ ബീഹാർ സർക്കാർ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ജൻ ആൽഫയുടെ പ്രതിഷേധം എന്ന് പറഞ്ഞൊക്കെ മാധ്യമങ്ങൾ ഇത്തരം ചില വാർത്തകളെ വല്ലാതെ അങ്ങ് പൊലിപ്പിക്കുന്നുണ്ട്. അവരങ്ങനെ പൊലിപ്പിക്കട്ടെ. എന്തായാലും സർക്കാർ സ്വീകരിക്കേണ്ട നടപടി അത് സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ബീഹാർ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടിയിൽ നിന്ന് ബോധ്യമാകുന്നത്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ജന്തർ മന്ദറിൽ നടന്ന പാറ്റകളുടെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിലെ കേസ് റദ്ദാക്കണം എന്നുള്ള ആവശ്യം ആവർത്തിച്ച് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അവർ കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയിലും അത്തരം ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട്
ഈ പാറ്റകളുടെ പ്രതിഷേധത്തിൽ പ്രധാനമന്ത്രിയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒക്കെ അപമാനിച്ചതിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ബംഗാളിൽ ഹിന്ദു ജാഗരൺ മഞ്ച് ഈ ആവശ്യമുന്നയിച്ച് വലിയ പ്രതിഷേധ പ്രകടനമൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു. അവർ പറയുന്നത് പ്രധാനമന്ത്രിയെ അപമാനിച്ചതിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് സൈന്യത്തെ അടക്കം ഈ രീതിയിൽ അപമാനിക്കുന്ന കാഴ്ച ജന്തർ മന്ദറിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ എടുത്തുകൊണ്ട് ഈ പ്രധാനമന്ത്രിയെ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് വിശേഷിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് അവരുടെ ആവശ്യം. അപ്പോൾ ഈ കേസ് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയൊക്കെ ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം നേരത്തെ തന്നെ ബംഗാളിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ പോലും നടന്ന അക്രമങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും അത് സമരത്തിൽ നുഴഞ്ഞു കയറിയവർ നടത്തിയതാണെന്നുമാണ് പശ്ചിമ ബംഗാളിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കളെന്ന് അവകാശപ്പെടുന്നവർ പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ രീതിയിൽ ഒരു വശത്ത് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അപമാനിച്ചതിൽ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യം ശക്തമാകുന്നു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ നോയിഡയിൽ രുചിക സിംഗ് എന്ന് പറയുന്ന ഒരു വനിത, അവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അവർ ഈ ജന്തർ മന്ദറിലെ സമരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു കേസ് എടുക്കുന്നതിന് നോയിഡയിൽ പോലീസ് തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഈ രീതിയിൽ പ്രധാനമന്ത്രിയെയും രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാജ്യത്തിൻ്റെ സേനാ വിഭാഗങ്ങളെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് മോശം പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ സംസാരിച്ചവർ, അത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിൽ നടന്ന സമരത്തിലായാലും അത്തരത്തിൽ സംസാരിച്ചവർക്കെതിരെ നടപടിയുണ്ടാകും എന്ന് തന്നെയാണ് ഉത്തർപ്രദേശിലെ നോയിഡ പോലീസ് ഈ രുചിക സിംഗിനെതിരെ കേസെടുത്തതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 3 വകുപ്പുകൾ ചുമത്തിയാണ് രുചിക സിംഗിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ ഒരു വശത്ത് അവരുടെ പ്രതിഷേധത്തിലെ കേസുകൾ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുമ്പോഴാണ് അവരുടെ ഈ പ്രതിഷേധത്തിൽ അരങ്ങേറിയ ചില മോശം പ്രവണതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് ചില ശബ്ദങ്ങൾ ഉയരുന്നതും ഇത്തരം മോശം പദപ്രയോഗങ്ങൾ നടത്തിയതിൽ പോലീസ് കേസെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഉത്തർപ്രദേശിലെ നോയിഡ പോലീസ് ഒരു കേസെടുത്തിരിക്കുകയാണ്. ഇനി മറ്റിടങ്ങളിലും ഈ രീതിയിൽ പ്രധാനമന്ത്രിയെ അപമാനിച്ചതിനെതിരെ പലരും പരാതികൾ നൽകിയിട്ടുണ്ട്. ആ പരാതികളൊക്കെ കേസായി മാറുകയാണെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പല അനുകൂലികളും ജയിലിനുള്ളിലാകും എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ രീതിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു വശത്ത് മുന്നോട്ട് പോവുകയാണ്. കേസ് പിൻവലിക്കണം, FIR റദ്ദാക്കണമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി പറയുമ്പോൾ ഇത്തരത്തിൽ അവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി പല സംഘടനകളും രംഗത്ത് വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ പരീക്ഷകളിൽ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ബില്ല് പാർലമെൻറ്റിലെ ഇരു സഭകളും പാസാക്കിയിരിക്കുകയാണ്. ആ പാർലമെൻറ്റിൻ്റെ നടപടിയെ അഭിനന്ദിച്ചുകൊണ്ട് സോനം വാങ്ചുക്ക് രംഗത്ത് വന്നിരിക്കുകയാണ്. സോനം വാങ്ചുക്കിൻ്റെ വാക്കുകൾ കേട്ടതിന് ശേഷം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. मैं खुश हूं कि परीक्षाओं के सुधार पर संसद में बिल लाई गई और उम्मीद करता हूं कि सुधार सिर्फ परीक्षाओं में नहीं, शिक्षा प्रणाली में भी हो, ये जारी रहे. അപ്പോൾ സോനം വാങ്ചുക്ക് ഈ സർക്കാരിൻ്റെ ഈ ബില്ലിനെ അഭിനന്ദിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇത് ഒരു മികച്ച ചുവടുവയ്പ്പെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ രീതിയിൽ സോനം വാങ്ചുക്കിനെ പോലെ ജന്തർ മന്ദറിൽ നിരാഹാര സമരത്തിലുണ്ടായിരുന്ന ഒരാൾ കേന്ദ്ര സർക്കാർ നടപടിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിച്ചതെന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. साथियों, विश्वस्त परीक्षा पद्धति, इसके लिए हम लगातार एक के बाद एक कदम उठा रहे हैं. टास्क फोर्स की रचना हो, फास्ट ट्रैक की और रचना हो, राज्यों के सुझावों को ध्यान में लेना हो, क्योंकि पिछले कई दशकों से हर राज्य और केंद्र सरकार इस प्रकार की पेपर लीक की परेशानी झेल रहा है.
बच्चों के भविष्य को भी इसके कारण संकट पैदा हो रहा। इन सबको ध्यान में रखते हुए देशव्यापी सभी राज्यों में भी और केंद्र में भी शिक्षा पद्धति में सुधार अनिवार्य हो गया। टेक्नोलॉजी के भरपूर उपयोग की आवश्यकता हो गई और साथ साथ फिर से कोई पेपर माफिया, पेपर लीक करने वाली गैंग, देश के बच्चों के भविष्य के साथ खिलवाड़ करने वाली गैंग, उनको बख्शा नहीं जाए। इसलिए कठोर कानूनों की भी जरूरत है। हम संसद में बिल लेकर के गए थे और जैसा मैंने आपको वादा किया था, गत 2 दिन संसद के दोनों सदनों ने, अधिकतम माननीय सांसदों ने विस्तार पूर्वक उससे चर्चा की है और आज दोनों सदनों ने इस कठोर कानूनों वाले, प्रावधानों वाले इस बिल को पास कर दिया है। अब വിശ്വസ്ത പരീക്ഷാ പദ്ധതിക്ക് ദിശാമേ ജാനെ മേ ഏക് മഹത്വപൂർണ്ണ കാം. അപ്പോൾ പ്രധാനമന്ത്രി തന്റെ വീഡിയോയിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് സോനം വാങ്ചുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നടപടിയെ അഭിനന്ദിച്ചു രംഗത്ത് വന്നു. അദ്ദേഹം കൃത്യമായിട്ട് തന്നെ സർക്കാരിൻ്റെ ഒരു നിരന്തര വിമർശകനായിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ സർക്കാർ സ്വീകരിച്ച ഈ നടപടിയെ അഭിനന്ദിച്ചിരിക്കുന്നു എന്നത് ഈ സർക്കാർ നടപടിയെയും ഈ ബില്ലിനെയും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ചിലർക്കുള്ള മറുപടി കൂടിയാണ്. എന്നാൽ ഇപ്പോഴും കൃത്യമായിട്ട് തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ച, അതുമല്ലെങ്കിൽ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ അത് കേന്ദ്ര സർക്കാർ കൃത്യമായി എടുക്കും. ഇത് പ്രധാനമന്ത്രി ആദ്യം ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു, പിന്നീട് അദ്ദേഹം വീണ്ടും ഒരു വീഡിയോ സന്ദേശം നൽകി. അതിനുശേഷം ഈ ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയതിന് ശേഷം എന്താണ് സർക്കാരിന് ഇക്കാര്യത്തിലുള്ള നയം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കുകയാണ്. അവിടെയാണ് സോനം വാങ്ചുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ അഭിനന്ദിക്കുന്നത് പ്രസക്തമാകുന്നത്. കാരണം ഇപ്പോഴും അഭിജിത് ദീപ്കയൊക്കെ സർക്കാരിനെ വിമർശിക്കുകയും സർക്കാർ നടപടിയെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യജമാനന്മാരോട് അവർക്ക് നീതി പുലർത്തേണ്ടതുണ്ട്. ആ യജമാനന്മാർ അവർക്ക് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിലും അതിനെ അംഗീകരിക്കുവാനോ അതിനെ അഭിനന്ദിക്കുവാനോ ഉള്ള അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അഭിജിത് ദീപ്കയൊക്കെ ഇപ്പോഴും പരിഹാസവും വിമർശനവുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ സോനം വാങ്ചുക്കിനെ പോലുള്ളവർക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. സർക്കാർ എടുക്കുന്ന നടപടികളിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എന്തായാലും പ്രധാനമന്ത്രിയുടെ വാക്കുകൾ, പ്രധാനമന്ത്രിയുടെ നടപടികൾ, ഇതിനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന പിന്തുണയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. അത് വ്യക്തവുമാണ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടി ഇങ്ങനെ സർക്കാരിനെ വിമർശിച്ചും അവർക്കെതിരെ അവർ നടത്തിയ അക്രമത്തിലെടുത്ത കേസുകൾ പിൻവലിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴും രംഗത്ത് വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരാകട്ടെ അവർക്ക് നൽകിയ വാക്ക് പാലിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് അത്തരം ചില FIRകൾ റദ്ദാക്കും, FIRൻ്റെ പകർപ്പ് കോക്രോച്ച് പാർട്ടിക്കാർക്ക് നൽകും എന്നൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഡൽഹി പോലീസ് 989 പേരുടെ വിവരങ്ങൾ തേടിയുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിലാണ് പോലീസിൻ്റെ നടപടി. ഡൽഹി പോലീസ് തിരിച്ചറിഞ്ഞ 2873 പേരിൽ 989 പേരുടെ വിശദാംശങ്ങളാണ് പോലീസ് ശേഖരിക്കുന്നത്. അതും ഈ മാസം 20 മുതൽ 25 വരെ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ കുറിച്ചാണ്. അത് നമുക്കറിയാം. 20-ാം തീയതിയായിരുന്നു ഈ കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെൻറ്റ് മാർച്ച് പ്രഖ്യാപിച്ചത്. അന്ന് നടന്ന അക്രമങ്ങളിൽ പങ്കെടുത്തതിൽ 2873 പേർ അവർ ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് എന്ന് പോലീസ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ആ കേസുകളെന്ന് പറയുമ്പോൾ കൊലപാതകം മുതൽ പോക്സോ കേസ്, കൊള്ളയടിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതികളായ 2873 പേരെ പോലീസ് തിരിച്ചറിയുകയും അതിലുള്ള 989 പേരുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നത്. പോലീസ് എങ്ങനെയാണ് ഇവരെ തിരിച്ചറിഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫേഷ്യൽ റിക്കഗ്നിഷൻ വഴിയാണ് പോലീസ് ഈ കൊടും ക്രിമിനലുകൾ ജന്തർ മന്ദറിൽ ഈ പാറ്റാക്കൂട്ടത്തിൻ്റെ പ്രകടനത്തിനെത്തിയ കാര്യം
മനസ്സിലാക്കുന്നതും ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുവാൻ ആരംഭിച്ചതും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് രാജ്യത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയോ വിദ്യാർത്ഥി സംഘടനയോ യുവജന സംഘടനയോ ഒന്നുമല്ല. അങ്ങനെയുള്ള കോക്രോച്ച് ജനതാ പാർട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ പ്രചാരണം നടത്തുന്നു. ആ പ്രചാരണം പിന്നീട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, സമാജ്വാദി പാർട്ടി, ഇടത് പാർട്ടികളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അവർ ജന്തർ മന്ദറിലേക്ക് ആളുമായി എത്തുകയും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിൽ നടന്ന ഈ സമരത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു. പിന്നാലെ 20-ാം തീയതി പാർലമെൻറ്റ് മാർച്ച് പ്രഖ്യാപിക്കുന്നു. ആ പാർലമെൻറ്റ് മാർച്ച് എന്ന് പറയുന്നത് വലിയ അക്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. അപ്പോൾ ആ അക്രമത്തിന് പിന്നിൽ ആരാണ് എന്നുള്ള പോലീസിൻ്റെ അന്വേഷണം, പോലീസ് കൃത്യമായിട്ട് തന്നെ ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ വഴി കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പരിശോധന നടത്തിയാണ് ഇത്രയും കൊടും ക്രിമിനലുകളാണ് അവിടെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെൻറ്റ് മാർച്ചിൽ പങ്കെടുത്തത് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. അതിൽ തന്നെയുള്ള 989 പേരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നു. അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്, പോലീസ് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ക്രിമിനലുകൾക്കെതിരെ. ആ നടപടി തുടരും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ചില മനുഷ്യ സ്നേഹികളുണ്ട്, മനുഷ്യാവകാശത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവരുണ്ട്. അവരൊക്കെ ഈ ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനത്തെ തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അവരത്തരം വിമർശനങ്ങൾ തുടർന്നോട്ടെ. കാരണം അവരെ സംബന്ധിച്ച് അവർ ഭീകരവാദത്തെ പോലും വെള്ളപൂശാൻ മടിയില്ലാത്തവരാണ്. അവർ അങ്ങനെ തന്നെ ചെയ്യട്ടെ. അവർ അവരുടെ നിലപാടുമായി മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിമിനലുകൾ എന്തിന് ജന്തർ മന്ദറിലെത്തി എന്നത് സംബന്ധിച്ച് അവർക്ക് വ്യക്തത വരുത്തിയേ മതിയാകൂ. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണം അവർ തുടരുക തന്നെ ചെയ്യും. അപ്പോൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ദേശീയ തലത്തിൽ ഇനിയുമുണ്ട്. ആ വാർത്തകളുമായി വീണ്ടും കാണാം.